വിദ്യാഭ്യാസമില്ലാത്ത വിവരദോഷിയേക്കാൾ 100 മടങ്ങ് അപകടകാരിയാണ് വിദ്യാഭ്യാസമുള്ള വിവരദോഷി. ശരിയായില്ലേ? അതായത് സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടില്ലാത്ത ഉസ്താദുമാർ ഇസ്ലാമിനെ കുറിച്ച് വാതോരാതെ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? അവർക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ കുറവാണോ അതോ മത പഠനത്തിന്റെ ആധിക്യമാണോ അതിന് കാരണം? അത് നിങ്ങൾ വിലയിരുത്തുക. രണ്ടാമത്തത്, വിദ്യാഭ്യാസമുള്ള ബാസിലുമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ബാസിലും മറ്റൊരു യുവ പണ്ഡിതനും കൂടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഗഹനീയമായ ഒരു ചർച്ച. ഈ ചർച്ച എന്താണ്? റേപ്പിനെ സംബന്ധിച്ചിട്ടാണ്. ഒരു റേപ്പ് നടക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്നും ഈ റേപ്പ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആർക്ക്? ഈ റേപ്പിന് വിധേയമാകുന്ന പെൺകുട്ടിക്കും പരീക്ഷണം, ഈ റേപ്പ് ആസ്വദിക്കുന്ന ഈ കാപാലികനായിട്ടുള്ള വേട്ടക്കാർക്കും പരീക്ഷണം, ഇത് നോക്കിക്കാണുന്ന നമുക്കും പരീക്ഷണമെന്നാണ് കാക്കയുടെ വാദം. മനുഷ്യന് പടത്തോളം ഈ ലോകത്ത് കൊടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണത്തിൽ ഇത് കൂടി ഇൻക്ലൂഡഡ് ആണ്. എന്റെ മുന്നിൽ ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നെങ്കിൽ ആ റേപ്പ് ചെയ്യപ്പെടുന്ന കുട്ടിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ആ കുട്ടിക്ക് ലഭിക്കുന്ന പരീക്ഷണമാണ്. പക്ഷേ ആ റേപ്പ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന പരീക്ഷണമാണ്. ആ റേപ്പ് ചെയ്യുന്ന ആൾക്ക് ശിക്ഷ കിട്ടും. കേൾക്കൂ, ഈ റേപ്പിന് വിധേയമാകുന്ന ആ കുട്ടിക്ക് പ്രതിഫലം കിട്ടും. റേപ്പ് ചെയ്യുന്ന ആൾക്ക് ശിക്ഷ കേൾക്കൂ, റേപ്പ് ചെയ്യുന്ന ശിക്ഷ കിട്ടും. ഇത് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള പരീക്ഷണമാണ്. മൂന്നാമതുള്ള എനിക്കും പരീക്ഷണമാണ്. ഞാൻ അവിടെ പരാജയപ്പെടുന്നു. എന്റെ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെടുന്നപ്പോ ഞാൻ അതിന് പ്രതികരിക്കാതിരിക്കുമോ? ഈ ഹോൾ സിസ്റ്റം മനസ്സിലാക്കണം. ഈ പരലോകത്തേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ അക്കൗണ്ടബിൾ ആണ്. ഒരു നിരീശ്വര അക്കൗണ്ടബിൾ ആയിക്കോണമെന്നില്ല. അവൻ ഇടപെടുന്നത് എത്രമാത്രം വലിയ വിവരദോഷമാണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുത്തിരുന്ന് ബാസിലാണ് ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ചവനുണ്ട്. അതായത് റേപ്പിന് വിധേയമാകുന്ന പെൺകുട്ടി, റേപ്പിന് ഇരയാക്കപ്പെടുന്ന പെൺകുട്ടി, റേപ്പ് ചെയ്യുന്ന കാപാലികൻ, നോക്കി നിൽക്കുന്ന നമ്മൾ. ഈ നോക്കി നിൽക്കുന്നത് ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ അക്കൗണ്ടബിൾ ആണെന്നതിന് സമാധാനം പറഞ്ഞേ തീരൂ. ഒരു നിരീശ്വരവാദിയാണിത് കാണുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഈ പടച്ചവനിലുള്ള വിശ്വാസം കുറച്ച് ഓവറായാൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇനി ഇത് എന്താണ് വസ്തുത കേട്ടോ. അംഗീകരിച്ചു കൊടുക്കണം, ദൈവമുണ്ട്. അതായത് 4000 മതങ്ങൾ. എന്റെ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെടുന്നപ്പോ ഞാൻ അതിന് പ്രതികരിക്കാതിരിക്കുമോ? ഈ ഹോൾ സിസ്റ്റം മനസ്സിലാക്കണം. ഈ പരലോകത്തേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ അക്കൗണ്ടബിൾ ആണ്. ഒരു നിരീശ്വര അക്കൗണ്ടബിൾ ആയിക്കോണമെന്നില്ല. അവൻ അവിടെ ഇടപെടുന്നത് ഇങ്ങനെ ദൈവമുണ്ട് എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ വാദിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ അംഗീകരിച്ചു കൊടുക്കണം. ദൈവമുണ്ട്. അതായത് 4000 മതങ്ങളും 40 കോടി ദൈവങ്ങളും ഭൂമിയിൽ ഉണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടെന്ന് തന്നെ സമ്മതിക്കണം. ഉണ്ട്, കാര്യം കഴിഞ്ഞു. ദൈവമുണ്ട്. നീ എന്തുകൊണ്ട് എത്തിയിസ്റ്റാന്ന് ചോദിച്ചാല് ആ ദൈവമില്ലേ, ആ ദൈവത്തിന് എനിക്ക് വേണ്ട. കാരണം ഈ ഇത്തിരിയില്ലാത്ത മനുഷ്യന്മാരെ, പാവം പിടിച്ച ആളുകളെയൊക്കെ പെട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന് കാഴ്ച ഇല്ലാതെ പരീക്ഷിക്കുന്നു, രോഗം കൊടുത്ത് പരീക്ഷിക്കുന്നു, റേപ്പ് കൊടുത്ത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതിഫലം കിട്ടും. ആ റേപ്പ് ചെയ്യപ്പെടുന്നതും പരീക്ഷണമാണ്, റേപ്പ് അനുഭവിക്കുന്നതും പരീക്ഷണമാണ്, ഇത് കണ്ടു നിൽക്കുന്നതും പരീക്ഷണമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യനെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോ ദൈവം. ഈ ദൈവത്തെയാണ് ഞാൻ ആ ദൈവത്തിന് മുമ്പിൽ പോയിട്ട് ഞാൻ കുമ്പിടുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പൊ അതിന് വിശ്വാസികൾക്ക് മറ്റൊരു വാദമുണ്ട് കേട്ടാ. ഈ സിമ്പിൾ. ഒരു കുട്ടിയെ പീഡനത്തിനിരയാക്കാൻ അള്ളാഹുവിന്റെ വിധിയാണ് നേരത്തെ എന്ന് പറയുമ്പോൾ അയാളെയല്ലേ ആദ്യം കല്ലെറിയേണ്ടത്? വേരിലല്ലേ ചികിത്സ വേണ്ടത്? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതൊരു മാനസിക രോഗിയായിട്ടുള്ള ഒരു സൈക്കോ സാഡിസ്റ്റ് പഠിച്ചവനാണ്. പഠിച്ചോൻ ഇത് കണ്ട് ഈ പെൺകുട്ടി കിടന്ന് പെട്ടയുന്നത് കണ്ടിട്ട് ഒരാസ്വാദനം. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ പെൺകുട്ടിയുടെ ജീവൻ, ഈ പെൺകുട്ടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഭീകരത, ഇതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ആ പഠിച്ചോൻ എന്തൊക്കെയോ കുഴപ്പങ്ങളില്ലേ? കാരണം അവരെ പഠിപ്പിക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഈ കൊച്ചിനെ ഇരയാക്കേണ്ട കാര്യമുണ്ടോ പഠിച്ചോൻ? നോക്കൂ, റേപ്പ് ചെയ്യാൻ ഒരുത്തൻ തയ്യാറെടുക്കുമ്പോൾ അത് പടച്ചവന്റെ വിധിയാണല്ലോ, അല്ലേ? പടച്ചവനറിയാം ഈ കുഞ്ഞ് ഇവന്മാരുടെ ഇടയിൽ കിടന്നിട്ട് പെടുന്ന പാടും വേദനയും അതനുഭവിക്കുന്ന ഭീകരതകളും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അത് തടയാൻ ഈ പടച്ചോന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല,
ഇത് ചെയ്യുന്നത് തന്നെ ഈ പടച്ചോൻ, ഈ സൈക്കോ പടച്ചവന്റെ വിധി അനുസരിച്ചിട്ടാണ്. എന്തു മനസ്സിലായി നിങ്ങൾക്ക്? പടച്ചോന്റെ പരീക്ഷണമാണെന്നാ പറയുന്നത്. ടെസ്റ്റ് ഓഫ് ഗോഡ്. പടച്ചോൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് നമ്മളെ. ഇത്തരം ക്രൂരതകളെ അള്ളാഹു അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ സൈക്കോ പടച്ചോൻ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സൈക്കോ അള്ളാഹു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ലോകത്ത് നടക്കുന്ന സകലമാന ദുരന്തങ്ങളെയും ക്രൂരതകളെയും ബലാത്കാരങ്ങളെയും കൊലപാതകങ്ങളെയും ഒക്കെ പടച്ചോന്റെ പരീക്ഷണമായോ? എന്തിനാ പരീക്ഷണം? ഇയാൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കാന്ന് പടച്ചോന് നേരത്തെ അറിയില്ല. ദൃശ്യജ്ഞാനിയായ പടച്ചോൻ എന്തിനാ പരീക്ഷിക്കുന്നത്? ഇനി പടച്ചോന്റെ വിധി നേരത്തെ തന്നെ അള്ളാഹു എഴുതി വെച്ചതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇരകൾക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സമാണ് ഈ ആശയം. പടച്ചോന്റെ അസ്തിത്വം എത്രമാത്രം ഫേക്കാണ് നമുക്ക് മനസ്സിലാക്കും തരുവാണ്. ഇനി പടച്ചോന്റെ നീതിബോധം, ഒരു കഴിഞ്ഞ ദിവസം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യമുണ്ട്. ഒരു നഴ്സറി ആണ്, 3 കുട്ടികൾ അവിടെ നിൽക്കുന്നു, 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. ആ അംഗനവാടിയിലെ ടീച്ചർ അകത്തേക്കോ പുറത്തേക്കോ കയറി പോകുന്നു. ആ ഡോറ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു കുട്ടി പുറത്ത് നിന്നിട്ട് മറ്റേ കുട്ടിയെ മാരകമായിട്ട് ഉപദ്രവിക്കുന്നു, കടിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, വലിച്ച് നിലത്തിട്ടിട്ട് മറ്റേ കുട്ടി ഭയങ്കരമായി കരയുന്നു. അത് കണ്ടു നിൽക്കുന്ന പെൺകുട്ടി തന്നെ കൊണ്ടാകും വിധം ഇവനെ അടിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, മറ്റേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഉറക്ക കരയുകയും ചെയ്യുന്നു. തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചെറിയ വടിയെടുത്ത് ഈ കുട്ടിയെ അടിച്ച് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും, അതായത് ആ ഒരു ചെറിയ പെൺകുട്ടി നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ. 3 വയസ്സോ 3.5 വയസ്സോ പോട്ടെ 4 വയസ്സോ പ്രായമുണ്ടാകും. ആ കുഞ്ഞു പോലും മറ്റേ കുഞ്ഞിനെ ഈ കുഞ്ഞ് കടിക്കുകയും അടിക്കുകയും ഇടിച്ച് തള്ളി താഴെ ഇടുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരാണ് മനുഷ്യത്വം. പ്രതിരോധിക്കാനുള്ള ടെൻഡൻസി മനുഷ്യന്റെ ജനറ്റിക്സ് ആയിട്ട് മനുഷ്യന് കിട്ടുന്നതാ. അങ്ങനെ പോലും അദൃശ്യജ്ഞാനിയായിട്ടുള്ള ഒരു പടച്ചോൻ ചെയ്യുന്നില്ലെങ്കിൽ ആ പടച്ചോനെ സൈക്കോ എന്നല്ലാതെ പിന്നെന്താ വിളിക്കേണ്ടത്? കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ അള്ളാഹുവിന്റെ വിധിയായിട്ട് കാണുന്നത് കുറ്റവാളിയെ സഹായിക്കുന്നതിന് വേണ്ടിയല്ലേ? ഇരയുടെ വേദനയെ അവഗണിക്കുന്നതിന് തുല്യമല്ലേ? മനുഷ്യന്റെ ഇടപെടലുകൾക്ക് വലിയ രൂപത്തിൽ പ്രസക്തിയുണ്ട് ഇവിടെ. പടച്ചോൻ നേരത്തെ എല്ലാം മുൻകൂട്ടി റെഡിയാക്കി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ പ്രതിരോധിക്കുന്നത് എങ്ങനെയാ? നമ്മൾ പ്രതികരിക്കേണ്ട കാര്യം നേരത്തെ തന്നെ പടച്ചോൻ വിധിച്ചു വെച്ചിരിക്കുമല്ലേ. അപ്പോ ദൈവം സർവശക്തനാണെങ്കിൽ, അള്ളാഹു അദൃശ്യജ്ഞാനിയാണെങ്കിൽ, ഇത്രയധികം തിന്മകൾ ചുറ്റിനും സംഭവിക്കുമ്പോൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുവാണ്, ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയനായിട്ടുള്ള ഒരു സൈലന്റ് സൈക്കോ പടച്ചോൻ. അപ്പോൾ ഈ പടച്ചോനെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ സൈക്കോയെ നമുക്ക് വേണ്ടെന്നേ നമ്മൾ പറയൂ. അതായത് ഒരു വ്യക്തി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, വേദനിക്കേണ്ടി വരുമ്പോൾ, അവിടെയാണ് നീതി എന്ന വാക്കിന് അല്ലാഹുവിന്റെ മുമ്പിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത്. നീതി എന്നത് ജീവനുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ആ കൊച്ചു മരിച്ചു കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ നീതി എന്ന് പറഞ്ഞൊരു പ്ലക്കാർഡും പിടിച്ചിട്ട് മറ്റവനെ പിടിച്ചിട്ട് ശിക്ഷിക്കുന്നതല്ല ശരിക്കും നീതി. നമ്മുടെ നിയമവ്യവസ്ഥകളും സാമൂഹിക വ്യവസ്ഥകളും അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ നീതിക്ക് വേണ്ടിയാണ്. ബലാത്സംഗം, പീഡനം പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇരയ്ക്ക് നീതി ലഭിക്കുക എന്നത് പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലൂടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഈ പോക്കനുസരിച്ചിട്ട്, പൊതുബോധമനുസരിച്ചിട്ട് ഇരയ്ക്ക് സംഭവിച്ച ആഘാതത്തിന് പരിഹാരമാകുന്നില്ലെങ്കിൽ പോലും കുറ്റവാളിക്ക് ശിക്ഷ ലഭിക്കുന്നത് സമൂഹത്തിനൊരു വലിയ നല്ല സന്ദേശം നൽകുന്നുണ്ട്. ഇനിയും കുറ്റവാളികളെ സൃഷ്ടിക്കാതിരിക്കാൻ ഒരു പ്രചോദനം നൽകുന്നുണ്ട്. അപ്പോ മരണാനന്തര നീതി, വിശക്കുമ്പോൾ കിട്ടുന്ന പയറും കഞ്ഞിയേക്കാൾ ചത്തു കഴിഞ്ഞിട്ട് കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത കുഴിമന്തിയുടെ പിന്നാലെ പോകണം. മതപരമായ പല കാഴ്ചപ്പാടുകളും ഇത്രയും അപലപനീയമാണ്. ഈ ലോകത്ത് ലഭിക്കാത്ത നീതി
മരണത്തിന് ശേഷം ലഭിക്കും എന്ന് പറയുന്നത്, തെറ്റുകൾക്ക് അർഹമായ ശിക്ഷ മരണാനന്തര ജീവിതത്തിൽ ലഭിക്കും എന്ന വിശ്വാസം ചില ആളുകൾക്ക് ആശ്വാസമേകാൻ വേണ്ടി മാത്രമുള്ള വെറും വാക്കാണ്. ഇത്തരം ഒരു വിശ്വാസം എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്നല്ല. ഈ ലോകത്തിലെ ജീവിതം ഇതുമാത്രം ആസ്വദിക്കുന്ന, ഇതുമാത്രം വിശ്വസിക്കുന്ന, നീതി ഈ ഭൂമിയിൽ തന്നെ നടപ്പിലാകണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്വർഗത്തിന്റെ പിന്നാലെ, അവിടത്തെ നീതിയുടെ പിന്നാലെ നമ്മൾ ആരും പോകത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു റേപ്പ് നടക്കുന്നത് ഈ പടച്ചവന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ പിന്നീട് ഈ പടച്ചവൻ എന്തോ നീതി ഉണ്ടാക്കാനാ ചത്ത് കഴിഞ്ഞിട്ട്? ഇദ്ദേഹം എഴുതി വെച്ചതുപോലെയല്ലേ അവർ പ്രവർത്തിച്ചത്, റേപ്പ് ചെയ്യപ്പെട്ടത്. പിന്നീട് ഈ പടച്ചവന്റെ കോടതിയിൽ എന്ത് നീതിയാ ഉണ്ടാവുക? അപ്പോ ഇരയ്ക്ക് മരണശേഷം എന്ത് നീതി ലഭിക്കും എന്നതിലുപരി ജീവിച്ചിരിക്കുന്നവരും സമൂഹവും ഇത്തരം ഒരു കുറ്റകൃത്യം നടക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വീട്ടിൽ കള്ളം കയറും എന്ന് അപ്പുറത്തെ വീട്ടിലെ ആളിനറിയാം. അയാൾ നമ്മളെല്ലാവരെയും കൊല്ലുമെന്നും കൊള്ളയടിക്കുമെന്നും അപ്പുറത്തെ വീട്ടിലെ ആൾക്കറിയാം. നേരത്തെ അറിയാം എന്നതിലല്ല കാര്യം. അറിഞ്ഞിരുന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നതിനാണ് പ്രസക്തി. ഇത്തരം വിഷയങ്ങളിൽ സമൂഹം എന്ത് നിലപാടെടുക്കുന്നു എന്നത് വിഷയമാണ്. ഇരയ്ക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നതും നീതിയുടെ പ്രായോഗികത എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഒരു ഇരയ്ക്ക് മരണശേഷം നീതി ലഭിക്കുമോ എന്നത് പൂർണ്ണമായും ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും ആശ്രയിച്ചിരിക്കും. എങ്കിലും ഇത്തരം വലിയ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇരയോടുള്ള നീതി എന്നത് പ്രതിശിക്ഷിക്കപ്പെടണം. വേറൊന്നും ഇനി ചെയ്യാനില്ല. ഇനി ഒരു പെൺകുട്ടിക്കു കൂടി ഇത്തരം ഗതി വരാതിരിക്കാൻ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പീഡനം നടക്കുന്നു, നമ്മളത് കാണുന്നു, അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, ആ വ്യക്തിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു, അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ രീതികൾ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തിനാ ഇനി ഒരെണ്ണം നടക്കാതിരിക്കാൻ? നമ്മുടെ കൺമുൻപിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്കാരത്തിന് ഇരയാക്കപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കില്ലേ? ഒന്നുമല്ലെങ്കിൽ ഒച്ച വെച്ച് ആളെ കൂട്ടാനെങ്കിലും ശ്രമിക്കില്ലേ? ചില പീഡന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത് ആരെങ്കിലും സാഹസികമായിട്ട് വീഡിയോ പിടിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ആളെ കൂട്ടുകയോ ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലല്ല. ഒരുപക്ഷെ അവർക്ക് എതിർക്കാൻ പറ്റില്ല. ഇവരൊരു കൂട്ടം ആളുകൾ ഉണ്ടാകും, മാരകമായ ആയുധങ്ങൾ ഉണ്ടാകും. അത്തരം ഒരു ദുരൂഹ സാഹചര്യത്തിലായിരിക്കും. എന്നാൽ പോലും ആ ഇര അനുഭവിക്കുന്ന വേദനയ്ക്ക് ഇവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അതിന് ആ വേദനയ്ക്ക് ശമനമുണ്ടാകാനും വേട്ടക്കാരെ പ്രതികരിക്കാനും എതിർക്കാനും ശ്രമിക്കുന്നു. നോക്കൂ, അതായത് ഒരു ദാർശനിക പ്രതിസന്ധിയുണ്ട് അള്ളാഹുവിന്റെ വിധിയെ സംബന്ധിച്ചിടത്തോളം. എല്ലാം പടച്ചവന്റെ തീരുമാനപ്രകാരമാണെങ്കിൽ പരീക്ഷണം എന്ന പദം പിന്നെ എന്തിനാണ്? മതദർശനങ്ങളിൽ ഒരുപാട് കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണിത്. അതായത് ഇത് മനുഷ്യന് ഫ്രീ വിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, പക്ഷേ ഇസ്ലാം നിശ്ചയിക്കുന്ന ഫ്രീ വിൽ എന്താണ്? മനുഷ്യൻ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്ര ചെയ്യണം, എന്തുകൊണ്ട് ഇതൊക്കെ തീരുമാനിക്കുന്നത് അവന്റെ ഇഷ്ടത്തിനനുസൃതമായിട്ടാണ് എന്ന് വന്നാലാണ് അവിടെ ഫ്രീ വില്ല് വരിക. ഇവിടെ ഇതെല്ലാം നേരത്തെ തന്നെ അള്ളാഹുവിന്റെ വിധി അനുസരിച്ചിട്ട്, അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് വന്നാൽ ഇതിന്റെ കാതൽ ഫ്രീ വില്ലെന്നല്ല. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അത് ചെയ്യുന്ന വ്യക്തിയുടെ തെറ്റായ തീരുമാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ പടച്ചോന്റെ വിധി എന്ന് ലേബൽ ചെയ്യുന്നത് ആ കുറ്റവാളിയെ സംരക്ഷിക്കാനാണ്. ഇതുപോലെയുള്ള നിരവധി വേട്ടക്കാരായിട്ടുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കാനും നിർമ്മിച്ചെടുക്കാനും മാത്രമേ ഈ ആശയം ഉപകരിക്കൂ. ഈ വ്യക്തിയുടെ ചിന്താവൈകല്യം, ഈ വ്യക്തിയുടെ പ്രവൃത്തികൾ, ഇതിനെയൊക്കെ വിമർശിക്കേണ്ടതിന് പകരം അതൊക്കെ പടച്ചോന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുവാണ്. ചില കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ നടക്കുമ്പോൾ അയ്യോ ആള് മദ്യപിച്ചിരുന്നു, അയാൾ ലഹരിയായിരുന്നു എന്ന് പറഞ്ഞ് ലഹരിയെയും മദ്യത്തെയും ഒക്കെ വിമർശിക്കുമ്പോൾ അയാൾ രക്ഷപ്പെടുവാണ്. അയാളെ പോലെയുള്ള അനേകം ക്രിമിനലുകൾ രക്ഷപ്പെടുന്നു, ഇനിയും ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ പരീക്ഷണം എന്ന് പറയുന്നത്
അവന്റെ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് നന്മയാണോ തിന്മയാണോ തിരഞ്ഞെടുക്കുന്നത് എന്നത് എങ്ങനെ പറയും? പരീക്ഷണം എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹു ആണ് പരീക്ഷിക്കുന്നത്. എന്തോ ഉണ്ടാക്കാൻ നേരത്തെ അറിയുന്ന പടച്ചോൻ. അപ്പൊ ഈ ലോകം മുഴുവനും ഒരു പരീക്ഷണശാലയാണ് എന്ന് ഇസ്ലാം പറയുന്നു. സന്തോഷം വരുമ്പോൾ അവൻ നന്ദിയുള്ളവനാണോ എന്ന് തിരിച്ചറിയണം അള്ളാഹുവിന്. വേദനകൾ ഉണ്ടാകുമ്പോൾ അവൻ തളർന്നു പോകുന്നവനാണോ, അവൻ ക്ഷമിക്കുന്നവനാണോ എന്ന് മനുഷ്യന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ചോദിക്കട്ടെ, പടച്ചോന് നേരത്തെ അറിയില്ലേ ഈ പരീക്ഷണത്തെ എങ്ങനെ ഇവൻ അതിജീവിക്കുമെന്ന്? അപ്പൊ പ്രതിസന്ധികളെ മറികടക്കുന്നതിലൂടെ മനുഷ്യന്റെ സ്വഭാവം മെച്ചപ്പെടുന്നുണ്ടോ? ബലാത്സംഗം പോലെയുള്ള അക്രമങ്ങളെ വളർച്ചയ്ക്കു വേണ്ടിയുള്ള പരീക്ഷണം എന്ന് വിളിക്കുന്നത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അതായത് നോക്കൂ, തിന്മകളെ പരീക്ഷണം എന്ന് വിളിക്കുന്നത് ഇരയോടുള്ള അനീതിയും വേട്ടക്കാരനോടുള്ള മൃദു സമീപനവുമാണ്. ഒരു കുറ്റവാളി ചെയ്യുന്ന ക്രൂരതയെ പടച്ചോന്റെ തീരുമാനമാക്കി മാറ്റുമ്പോൾ അവൻ പോലും ഒരു വേള ചിന്തിക്കുന്നത് ഞാനല്ല ചെയ്തത്, പടച്ചോൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, എന്നിലെ ശൈത്വാനാണത് ചെയ്തത്. ആ കുറ്റവാളിക്ക് പടച്ചോന്റെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിരക്ഷ കൊടുക്കുന്നു എന്ന് വരുമ്പോൾ ഇത് അപകടമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ പരീക്ഷണം എന്നത് ഒരു സമാധാനപ്പെടുത്തലായി മാറുന്നതിനേക്കാൾ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പടച്ചോൻ മുൻകൂട്ടി തീരുമാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മനുഷ്യന്റെ പ്രവൃത്തികൾക്കും മനുഷ്യൻ തന്നെ മറുപടി പറയണമെന്ന് നമ്മൾ പറയുന്നത്. അതായത് അക്രമങ്ങളെ പടച്ചോന്റെ പരീക്ഷണമായി ലഘൂകരിക്കുന്നത് സമൂഹത്തിലെ നീതിബോധത്തെ സാരമായി ബാധിക്കും. ഖുർആൻ പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മുൽക്ക് എന്ന അധ്യായത്തിലെ 2-ാമത്തെ വചനമാണ്. അതായത് അല്ലദീ ഖലഖൽ മൗത, അല്ലാഹു മരണം സൃഷ്ടിച്ചു, വൽ ഹയാത്ത ജീവിതവും, ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, അയ്യുക്കും നിങ്ങളിൽ ആരാണ്, അഹ്സനു അമല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്ന്. വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു പാപം പൊറുക്കുന്നവനും പ്രതാപിയുമാണ്. നോക്കട്ടെ, നിങ്ങൾക്കിടയിൽ മരണവും ജനനവും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അടച്ചുകൊണ്ടത് അറിയില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? ജീവിതത്തെ ഒരു പരീക്ഷണമായിട്ട് ഇതൊക്കെ വച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന വിശ്വാസി സമൂഹങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന വലിയ രൂപത്തിലുള്ള ക്രൂരതകൾക്കും അക്രമങ്ങൾക്കും ഇരയാക്കപ്പെടുന്നവരുടെ വേദനകളെയും അതിന് കാരണക്കാരാകുന്ന വേട്ടക്കാരുടെയും ഉത്തരവാദിത്വത്തെ, ഇരകൾ അനുഭവിക്കുന്ന വേദനയെ എങ്ങനെയാണ് ഈ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിന്റെ പരീക്ഷണവുമായിട്ട് ഇവര് സംയോജിപ്പിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ജീവിതത്തെ ഒരു പരീക്ഷണമായിട്ട്, മരണത്തെ ഒരു പരീക്ഷണമായിട്ട്, സമൂഹത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ഒരു പരീക്ഷണമായിട്ട്, അതിനെയൊക്കെ ക്ഷമയോടെ സഹിച്ചു പോകേണ്ടുന്ന രീതികളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിനെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ ഇരകളുടെ വേദനയെ അവഗണിക്കുന്നു, 1, കുറ്റവാളികളെ സംരക്ഷിക്കുന്നു, 2, അവിടെ പടച്ചോനെ പ്രതിഷ്ഠിച്ചിട്ട് ഇതെല്ലാം പടച്ചോന്റെ തലയിൽ കൊണ്ടിടുന്നതിലൂടെ വേട്ടക്കാർ രക്ഷപ്പെടുന്നു. അതായത് പടച്ചോൻ പറയുന്നത് 2-ാം അധ്യായം അൽ ബഖറ 155-ാമത്തെ വചനത്തില് وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. വിശപ്പ്, ഭയം, ധനനഷ്ടം, വേണ്ടപ്പെട്ടവരുടെ മരണം, വിഭവനഷ്ടം, ഇതൊക്കെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്.
അതിനകത്ത് വബഷിരി സ്വാബിരിയൻ, ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന്. നോക്കൂ, ഒരു കൊടും കുറ്റകൃത്യത്തിന് ഇരയാകുന്നതിനെ പടച്ചവന്റെ പരീക്ഷണം എന്ന് ലേബൽ ചെയ്യുന്നത് ഇരയുടെ വേദനയ്ക്കു മുകളിൽ മതപരമായ ഒരു ആവരണമിടലാണിത്. ഇത് ഇരയോട് നീതി ചെയ്യുന്നതിന് പകരം നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞവരെ നിശബ്ദയാക്കാൻ പ്രേരിപ്പിക്കുന്നു. അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അംബിയ എന്ന അധ്യായത്തിന്റെ 35-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതായത് ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നല്ലതുകൊണ്ടും ചീത്ത കൊണ്ടും പരീക്ഷിക്കും. എന്തിന്? അക്രമികൾ നടത്തുന്ന ക്രൂരതകളെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വചനമാണ് ആലോചിച്ചത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരിക്കും. നിങ്ങളെ നല്ലതുകൊണ്ടും ചീത്ത കൊണ്ടും ഞാൻ പരീക്ഷിക്കും. നോക്കൂ, അങ്ങനെ വരുമ്പോൾ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഈ അക്രമി നടത്തുന്ന ബലാത്കാരങ്ങൾ, കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹു ഇതിന് പച്ചക്കൊടി കാണിക്കുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്? അല്ലേ? കുറ്റവാളിയുടെ പ്രവൃത്തി മനുഷ്യന്റെ തീരുമാനമാണോ അതോ പടച്ചവന്റെ പരീക്ഷണമാണോ? ഇവിടെ ഇവരെന്താ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്? അപ്പോ ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിലോ സംഭവിക്കുന്ന യാതൊരു ആപത്തും അള്ളാഹു അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത അല്ല. ലൗഹിൽ മഹ്ഫൂദില് ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെടണം എന്നത് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്ന സംഗതിയാണ്. അൽ ഹദീദ് എന്ന അധ്യായത്തിന്റെ 22-ാമത്തെ വചനമാണ്. നോക്കൂ, എല്ലാം മുൻകൂട്ടി അള്ളാഹു രേഖപ്പെടുത്തിയതാണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നത്? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുമെന്നും പിന്നീട് അത് ചെയ്യുന്നവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതിലെ യുക്തി എന്താണ്? മനസ്സിലായില്ലല്ലോ. അതായത് ഇപ്പോ ഗോവിന്ദച്ചാമി സൗമ്യയെ റേപ്പ് ചെയ്തു കൊന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണെങ്കിൽ അള്ളാഹുവിന്റെ വിധിയും തീരുമാനവുമല്ലേ ഗോവിന്ദച്ചാമി നടപ്പിലാക്കിയത്? എങ്ങനെയാണോ ഗോവിന്ദച്ചാമിയെ പിന്നീട് ശിക്ഷിക്കുക? ഉത്തരവാദിത്വം ആർക്കാണ് എന്നതാണ് ചോദ്യം. എല്ലാം പരീക്ഷണമാണെങ്കിൽ പീഡനം നടത്തുന്നവന്റെ ഇച്ഛാശക്തി, അതായത് പെട്ടെന്ന് ബാഗ് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദച്ചാമി പിടിക്കുന്നു. സൗമ്യയുടെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് പിടിക്കും വലിക്കും ഇടയിൽ സ്പർശനം വരുന്നു. അപ്പോൾ ഗോവിന്ദച്ചാമിയുടെ കാമം ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അയാൾക്ക് ഫ്രീ വില്ല് ലഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അത് പടച്ചവന്റെ തീരുമാനപ്രകാരമാണെങ്കിൽ ഈ കുറ്റവാളിയുടെ സമീപനം, അയാളുടെ തീരുമാനം, അയാളുടെ പ്രവൃത്തി, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനവും തമ്മിൽ ഒരു എതിരുമില്ലല്ലോ. അള്ളാഹു തീരുമാനിച്ചത് തന്നെയല്ലേ ഗോവിന്ദച്ചാമി പ്രവർത്തിച്ചത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കപ്പെടുന്നത് എങ്ങനെയാണ് പടച്ചോനൊരു പരീക്ഷണമാകുന്നത്? ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനെ കണ്ടെത്താനുള്ള പരീക്ഷണം എങ്ങനെയാകും? പടച്ചോൻ പറഞ്ഞതുപോലെ, പടച്ചോൻ വിധിച്ചതുപോലെയല്ലേ ഗോവിന്ദച്ചാമി അത് ചെയ്തത്? സൗമ്യ ക്ഷമിച്ചു കൊടുക്കണം എന്നല്ലേ പടച്ചോൻ പറഞ്ഞത്? അപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നവൾക്ക് ലഭിക്കുന്ന മാനസിക ശാരീരിക വേദനകൾ ഒരു പരീക്ഷണം എന്ന പേരിൽ എന്ത് ന്യായീകരണമാണ് ഇസ്ലാമിന് നൽകാനുള്ളത്? സർവശക്തനായ അള്ളാഹു ഈ അക്രമമൊക്കെ ചെയ്യാൻ രേഖപ്പെടുത്തി വെച്ചു, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് തടയാൻ പറ്റുന്നില്ല, കാരണം അയാൾ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് കാഴ്ചക്കാരനായി നിൽക്കുവാണ്. ഇതെവിടെയാ നീതി? ഇരയുടെ നിലവിളികൾ കേൾക്കാൻ സാധിക്കാത്ത അള്ളാഹുവിന്റെ നീതി ചത്തു കഴിഞ്ഞാൽ നടപ്പിലാകുമെന്ന് വിശ്വസിക്കാനോ? ഈ പടച്ചോന്റെ സന്നിധിയിലേക്ക് തന്നെയാണ് ഈ സൗമ്യ ചെല്ലേണ്ടത് പിന്നീട് നീതിക്കു വേണ്ടി. അപ്പോ മതപരമായ ഇസ്ലാം മതം അനുശാസിക്കും വിധമുള്ള ഇത്തരം വാദങ്ങളെ നമ്മൾ ബുദ്ധിയുടെ വെളിച്ചത്തിൽ നിർത്തുമ്പോൾ ഈ സിസ്റ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെടണം എന്നത്
അള്ളാഹുവിന്റെ വിധിയാണ്. ഇത് മത അധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടില്, യുക്തിപരമായ കാഴ്ചപ്പാടില്, നമ്മളുടെ അനുഭവ സമ്പത്ത് വെച്ചിട്ടും നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളിലുള്ള നമ്മളുടെ അറിവ് വെച്ചിട്ടും ഇത് വിശകലനം ചെയ്യുമ്പോൾ ഇത് മൊത്തം വൈരുദ്ധ്യമാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുന്നത് പടച്ചവന്റെ വിധിയാണ് എന്ന് പറയുന്നത് മതപരമായ കാഴ്ചപ്പാടിൽ തന്നെ എത്രത്തോളം വിരോധാഭാസവും ക്രൂരതയുമാണ്. ഏതൊരു കുറ്റകൃത്യത്തെയും പടച്ചവന്റെ വിധി എന്ന ലേബൽ ചെയ്യുന്നത് ആ കുറ്റകൃത്യത്തെ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ? ഇത് വിധിയാണെന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് പെൺകുട്ടിയുടെ വേദനയേക്കാൾ ഉപരിയായിട്ട് അദൃശ്യമായി പടച്ചവൻ നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു പദ്ധതിയാണ് എന്നല്ലേ മനസ്സിലാവുന്നത്. ഇത് ഇരയുടെ വേദനയെ നിസ്സാരവൽക്കരിക്കുകയും അവൾ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതയെ അള്ളാഹു പരീക്ഷിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആണ് എന്ന് പറയുമ്പോൾ ആ കൊച്ചിനോട് അനീതി പ്രവർത്തിക്കുകയും കുറ്റവാളിക്ക് അനുകൂലമായി മാറുകയും ചെയ്യുന്നു. ഖുർആൻ പറയുന്ന അൽ ഹദീദിന്റെ 22 പ്രകാരമാണെങ്കിൽ ഒരു മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണോ പറയുന്നത്? അള്ളാഹു ലൗഹിൽ മഹ്ഫൂദിൽ എഴുതി വെച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പടച്ചോൻ നേരത്തെ തന്നെ ഈ കുറ്റകൃത്യം നടക്കും എന്ന് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്യാൻ നിർബന്ധിതനാകുന്നവൻ എങ്ങനെ കുറ്റക്കാരനാകും? ഇതൊരു പരീക്ഷണമാണെങ്കിൽ പരീക്ഷിക്കുന്നത് പടച്ചവന്റെ തീരുമാനമല്ലേ? കുറ്റവാളിയുടെ തീരുമാനം നേരത്തെ പടച്ചവൻ അറിയാമല്ലോ. പിന്നെ ഇരയുടെ ശരീരവും മനസാക്ഷിയും ഉപയോഗിച്ചിട്ട് കുറ്റവാളി ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൺസേണോട് കൂടിയല്ലേ? ഇനി ചത്ത് കഴിഞ്ഞിട്ട് ഈ പടച്ചോനാണ് നീതി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പടച്ചോന്റെ നീതി എനിക്ക് ആവശ്യമില്ല എന്നല്ലേ യുക്തിബോധമുള്ള ഒരു മനുഷ്യൻ പറയൂ. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിനെ തടയാൻ പറ്റുന്നില്ല. കുറ്റവാളി ഇത് ചെയ്യുന്നതേ അയാൾ പറഞ്ഞിട്ടാണ്. ഇര കിടന്ന് അനുഭവിക്കണം എന്നത് പടച്ചോന്റെ തീരുമാനമാണ്. പിന്നീട് ഈ ഇരയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു എന്തോ ഉണ്ടാക്കാനാ? പടച്ചോന്റെ കൽപ്പനയാണ് ഗോവിന്ദച്ചാമി നിറവേറ്റിയത്. ഈ ലോകത്ത് ഇര അനുഭവിക്കുന്ന വേദനകൾ, നരകയാതനകൾ, ഭയം, ഇതിനൊക്കെ പരിഹാരമായിട്ട് മരണാനന്തര ലോകത്തെ വാഗ്ദാനം ചെയ്യുന്നത് ഈ ലോകത്തെ തിന്മകളെ കണ്ടില്ല എന്ന് നടിക്കാനുള്ള, ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരത്തിലും അപകർഷതാബോധം ഉണ്ടാക്കാതിരിക്കാനുള്ള, സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പെരുകാനുള്ള ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാവൂ. അതായത് എല്ലാത്തിനും പോകുന്ന പടച്ചോൻ ഇതിനെ തടയുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നന്ദി.